ഇന്നലെ രാത്രി 11:40ഓടെയാണ് ധർമ്മടം അണ്ടല്ലൂർ കാവിന് സമീപം BJP പ്രവർത്തകൻ ചോമന്റവിട സന്തോഷ് വെട്ടേറ്റ് മരിച്ചത്. സന്തോഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP കണ്ണൂർ ജില്ലയിൽ ആഹ്വാനം ചെയ്ത പകൽ ഹർത്താൽ പൂർണ്ണമാണ്. KSRTC അടക്കമുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമരാനുകൂലികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് ഉപരോധിച്ച BJP പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 2 തവണ ഗ്രനേഡ് പ്രയോഗിച്ചു. ഇതേ തുടർന്ന് ചിതറിയോടിയ പ്രവർത്തകർ NGO ഓഫീസിന് നേരെ ആക്രമണം നടത്തി. നഗരത്തിൽ സ്ഥാപിച്ച CPM-ന്റെയും പോഷക സംഘടനകളുടെയും കൊടിമരവും ബോർഡുകളും സമരാനുകൂലികൾ അടിച്ചു തകർത്തു. കൊലപാതകങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായും കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ ഹർത്താൽ ബാധിക്കില്ലെന്നും റേഞ്ച് IG ദിനേന്ദ്ര കാശ്യപ് പറഞ്ഞു. കൊലപാതകം നടന്നത് അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ ഈ കലോത്സവം നല്ല രീതിയിൽ നടക്കും. കൊല്ലപ്പെട്ട സന്തോഷിന്റെ മൃതദേഹം പരിയാരത്ത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന ഇടങ്ങളിലടക്കം സുരക്ഷയ്ക്കായി വൻ പോലീസ് സന്നാഹത്തെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കൊലപാതകവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് CPM വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മീഡിയ 1 കണ്ണൂർ.